ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചൗക്ക് എന്ന ആലോക് ദൻവയുടെ കവിതയാണ്. ചൗക്ക് എന്നതിൻ്റെ അർത്ഥം നാൽക്കവല. 4 റോഡുകൾ കൂടുന്ന സ്ഥലത്തെയാണ് നാൽക്കവല എന്ന് പറയുന്നത്. പഠിക്കാം. ഉൻ സ്ത്രീയോങ്ക വൈഭവ് മേരെ സാത്ത് രഹാ. ആ സ്ത്രീകളുടെ മഹത്വം എന്നോടൊപ്പമുണ്ടായിരുന്നു. ജിൻഹോനെ മുझे ചൗക്ക് പാർ കർന സിഖായ. അവരാണ് എന്നെ നാൽക്കവല മുറിച്ച് കടക്കാൻ പഠിപ്പിച്ചത്. മേരെ മൊഹല്ലെ കി ഥി വേ. അവർ എൻ്റെ അയൽപ്പക്കത്തുള്ളവരായിരുന്നു, എൻ്റെ അതേ സ്ഥലത്ത് ഉള്ളവരായിരുന്നു. ഹർ സുബഹ് കാം പർ ജാത്തി തി. എന്നും രാവിലെ ജോലിക്ക് പോകുമായിരുന്നു. മേരാ സ്കൂൾ ഉൻകെ രാസ്തേ മേ പഠ്താ ഥാ. എൻ്റെ സ്കൂൾ അവർ പോകുന്ന വഴിക്ക് ആയിരുന്നു. മാം മുझे ഉൻകെ ഹവാലേ കർ ദേത്തി ഥി. അമ്മ എന്നെ അവരെ ഏൽപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുവിടാൻ അമ്മ എന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമായിരുന്നു. ചുട്ടി ഹോനെ പർ മേം ഉൻകാ ഇന്തസാർ കർത്താ ഥാ. സ്കൂൾ വിട്ടാൽ ഞാൻ അവരെ കാത്തിരിക്കുമായിരുന്നു. ഉൻഹോനെ മുझे ഇന്തസാർ കർന സിഖായ. അവരാണ് എന്നെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത്. കവി പറയുകയാണ്, ആ സ്ത്രീകളുടെ മഹത്വം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നെ നാൽക്കവല മുറിച്ച് കടക്കാൻ പഠിപ്പിച്ച സ്ത്രീകളുടെ മഹത്വം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ അയൽപ്പക്കത്തുള്ള സ്ത്രീകളായിരുന്നു. എന്നും രാവിലെ ജോലിക്ക് പോകുമായിരുന്നു. അവർ പോകുന്ന വഴിക്കായിരുന്നു എൻ്റെ സ്കൂള്. അമ്മ എന്നെ അവരെ ഏൽപ്പിക്കുമായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ എല്ലാ ദിവസവും കാത്തിരിക്കും, തിരിച്ച് അവരുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അവരാണ് എന്നെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത്. കസ്ബയ്ക്ക് സ്കൂൾ മേ. നഗരത്തിലെ സ്കൂളിൽ അല്ലെങ്കിൽ ടൗണിലെ സ്കൂളിൽ മേരെ പഹലി ബാർ ദാഖില ലിയാ ഥാ. എനിക്ക് പ്രവേശനം ലഭിച്ചു. കുച്ച് ദിനോം ബാദ് മേം. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഖുദ് ഹി ജാനേ ലഗ. സ്വന്തമായി പോകാൻ തുടങ്ങി. ഔർ ഉസ്കെ ഭി കുച്ച് ദിനോം ബാദ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കയ്യി ലട്കെ മേരെ ദോസ്ത് ബൻ ഗയി. കുറേ കുട്ടികൾ എൻ്റെ കൂട്ടുകാരായി. തബ് ഹം സാത്ത് സാത്ത് കയി ദൂസരെ രാസ്തേ സേ ഭി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മറ്റു പല വഴികളിലൂടെയും സ്കൂൾ ആനേ ജാനേ ലഗെ. സ്കൂളിൽ പോകാനും വരാനും തുടങ്ങി. കവി പറയുകയാണ്, നഗരത്തിലെ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് പോവാൻ പഠിച്ചു. പോകുന്ന വഴിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ പല പല വഴികളിലൂടെ പോവാനും വരാനും തുടങ്ങി. ലേക്കിൻ അബ് ഭി. എന്നാൽ ഇപ്പോഴും ഉൻ തോടേസേ ദിനോങ്കെ കയി ദശകോം ബാദ് ഭി. ആ കുറച്ച് ദിവസങ്ങളും കുറേ ദശകങ്ങൾക്ക് ശേഷവും ജബ് കഭി മേം കിസി ബഡേ ഷഹർ കെ. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും വലിയ നഗരത്തിലെ തർത്തീബ് ചൗക്ക് സേ ഗുസർത്താ ഹൂം. നിയന്ത്രണമില്ലാത്ത നാൽക്കവലയിലൂടെ കടന്നു പോകുമ്പോൾ ഉൻ സ്ത്രീയോങ്കി യാദ് ആത്തി ഹെ. എനിക്ക് ആ സ്ത്രീകളെ ഓർമ്മ വരും. ഔർ മേം അപ്പന ദായാം ഹാത്ത് ഉൻകി ഓർ. ഞാൻ എൻ്റെ വലത് കൈ ബഡാ ദേത്താ ഹൂ. നീട്ടുന്നു, അവർക്ക് നേരെ നീട്ടുന്നു. ബായേ ഹാത്ത് സേ ഉസ് സ്ലെറ്റ് കോ സംഭാൽത്താ ഹൂം. ഇടത് കൈ കൊണ്ട് സ്ലേറ്റ് ചേർത്ത് പിടിക്കുന്നു. ജിസേ മേം ചോട് ആയാ ഥാ. ഞാനത് ഉപേക്ഷിച്ചിരുന്നു. 20 ബറസോം കെ അഖ്ബാർ കെ പീछे. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രത്തിന് പിറകിൽ. കവി പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചു. ഒരുപാട് ഫ്രണ്ട്സുമുണ്ട്, അവരുടെ ഒന്നിച്ചാണ് ഞാൻ പോകുന്നത്. എന്നാലും ഇപ്പോഴും കുറേ വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ആ വലിയ നഗരത്തിലെ നിയന്ത്രണമില്ലാത്ത നാൽക്കവലയിലൂടെ കടന്നു പോകുന്ന ആ ദൃശ്യവും കവിയെ കൊണ്ടുപോയിരുന്ന സ്ത്രീകളെയും ഓർമ്മിക്കാറുണ്ട്.